ിലേക്ക് അരുൺ അതിൽ നിന്ന് പോളിംഗ് ബൂത്തിൽ വലിയ ക്യൂ കാണാമായിരുന്നു. പെരായിരിയിലാണ് എന്നാണ് എന്റെ വിശ്വാസം. അവിടെ തന്നെയാണോ? കണ്ണാടി പഞ്ചായത്തിൽ. ഓക്കെ. അപ്പോൾ അരുൺ, എങ്ങനെയാണ് അവിടുത്തെ ഒരു സാഹചര്യം? ഈ വോട്ടിങ്ങിനുള്ള ഒരു തിരക്ക് കൂടി വരുന്നുണ്ട്, പ്രത്യേകിച്ചും സമയം 3:30 പിന്നിട്ട സാഹചര്യത്തിൽ വെയിലാറിയല്ലോ. എന്തോ നേരത്തെ കണ്ണാടി പഞ്ചായത്തിലായിരുന്നു, ഇപ്പോഴും കണ്ണാടി പഞ്ചായത്ത് തന്നെയാണ്. പക്ഷെ ഇവിടെ കുറച്ചുകൂടി വലിയ ക്യൂ നമുക്ക് കാണാം. കണ്ണാടി പഞ്ചായത്തിലെ ഒരു സ്കൂളിലാണ് ഉള്ളത്. വലിയ തിരക്ക്. അതായത് ഇവിടെ ഈ 3:30 മണി കഴിയുമ്പോഴും ഈ ബൂത്ത് 160 നമ്പർ ബൂത്തിലാണ് വലിയ തിരക്കുള്ളത്. ഇവിടെ 2 ബൂത്തുണ്ട്. പക്ഷെ ഒരു ബൂത്തിൽ വലിയ കാര്യമായ 3 ബൂത്തുണ്ട്, മറ്റു 2 ബൂത്തുകൾ കാര്യമായ തിരക്ക്. പക്ഷെ 160 വലിയ തിരക്കാണ്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ ഉണ്ട്. പ്രായമായവരൊക്കെ വലിയ രീതിയിൽ വോട്ട് ചെയ്തിട്ട് വരുന്ന ഒരു സ്ത്രീകളുടെ ഭാഗത്ത് വലിയൊരു നിര, പുരുഷന്മാരെക്കാൾ ഒരു പക്ഷേ സ്ത്രീകളുടെ ഭാഗത്ത് വലിയൊരു നിര ഇതിനകം രൂപപ്പെട്ടിട്ടുണ്ട്. പലരും വളരെ സമയം മുമ്പ് വന്നവരാണ്. ഇവിടുത്തെ പ്രശ്നം ആളുകൾ പറയുന്നത് വോട്ടിംഗ് നമ്മൾ നേരത്തെ പോലെ വോട്ടിംഗ് പ്രോസസ്സ് വളരെ മന്ദഗതിയിലാണ്, വളരെ സ്ലോ ആളിലാണ് പോകുന്നത്. വോട്ട് ചെയ്തിറങ്ങുമ്പോൾ വലിയ സമയമെടുക്കുന്നു. അതാണ് ഈ ക്യൂ ഇങ്ങനെ നീണ്ടുപോകാനാണ്. ദൃശ്യങ്ങളിലേക്ക് പോകുന്നതുകൂടി നമുക്ക് മനസ്സിലാകും. ആളുകളൊക്കെ കാത്തിരിക്കുന്ന വലിയ നിര, സ്ത്രീകളുടെ ഭാഗത്ത് നിന്ന് വലിയ നിര ഇവിടെ ഉണ്ട്. അത് എത്ര സമയം കഴിഞ്ഞാൽ അവർക്ക് വോട്ട് ചെയ്ത് പോകാൻ, പക്ഷേ ഇനി 1 മണിക്കൂറെങ്കിലും വേണ്ടി വരുമെന്ന് തോന്നുന്ന തരത്തിലുള്ള ക്യൂ ആണ് ഉള്ളത്. ഇവരൊക്കെ നേരത്തെ വന്നാണ്. എപ്പോ വന്നാ വോട്ട് ചെയ്യാൻ? 2 മണിക്ക് വന്നിട്ട് ഇപ്പൊ ഇവിടെ ഉള്ളൂ. കാര്യം എന്താ പറയുന്നത്? മറ്റേ ഇങ്ങനെ വോട്ട് ചെയ്യണ മെഷീൻ സ്ലോ ആണെന്ന് സ്ലോ ആണ്. ഇതൊക്കെ കാത്തിരിക്കുകയല്ലേ? നിന്ന് തളർന്നിരിക്കുകയാണോ? കുറെ സമയമായി. ഇത്തിരി വേഗം ബാഗ് എനിക്ക് പുകയായിരുന്നു. കാലൊക്കെ കടഞ്ഞിട്ട് വയ്യാന്ന്, കാലൊക്കെ കടഞ്ഞു. ഇത്തിരി വേഗം ബാഗ് വാക്കി തന്നെ പുകയായിരുന്നു. എന്താ അത് 3 മണിക്ക് വന്നാണ്. ഇനി സമയം എടുക്കും. ഇനി സമയം എടുത്തു വരും. ഞങ്ങൾക്ക് തലകറങ്ങില്ലേ? നിങ്ങൾക്ക് തലകറങ്ങും. വോട്ട് കൂട്ടാൻ ഊണ് കഴിച്ചിട്ടില്ലാന്ന്. ഞങ്ങൾ പണിക്ക് പോയവർക്ക് വരികയാണ്. 3:30 മതിയിടാവുന്നേ. ഊണ് പോലും കഴിക്കാതെ പണി കഴിഞ്ഞിട്ട് വന്നിരിക്കുന്ന. അപ്പൊ പിന്നെ അങ്ങനെ ഊണ് കഴിക്കാൻ സമയം നോട്ടിട്ട് പോകുന്ന സമയമായില്ലേ? പെട്ടെന്ന് എത്തി. നീങ്ങാൻ വഴിയില്ലല്ലോ, മെല്ലെ ആവുള്ളൂ പറഞ്ഞ പിന്നെ എന്ത് ചെയ്യും? അപ്പൊ പതുക്കെ ചെയ്തിട്ട് പോവാണ്. എന്തോ ഈ ഒരു പ്രദേശത്തിന്റെ ഒരു പ്രത്യേകത കൂടി നമുക്ക് വേണമെങ്കിൽ പറഞ്ഞു പോകാം. ഇവിടേക്ക് നേരായ ഒരു വഴി പോലും, പിന്നെ വരമ്പ് പോലുള്ള ചെറിയ വഴിയാണ്. കാറൊക്കെ കഷ്ടിച്ച് കടന്നു പോകുന്ന വഴി. നമുക്കൊരു പാലക്കാടൻ ഗ്രാമത്തിന്റെ എല്ലാ ചേരുവകളുമുള്ള ഒരു പ്രദേശം, തനി ഗ്രാമീണ പ്രദേശം കണ്ണാടി പഞ്ചായത്ത്. നമുക്ക് ആളുകൾ ഇത് വോട്ട് ചെയ്യാൻ നടന്നു വരുന്നതാണ്. റോഡിന്റെ അപ്പുറത്ത് നിന്ന് നടന്നു വരുന്നതാണ്. ചെറിയ വഴിയാണ്. ഒരു ഓട്ടോറിക്ഷ പോയാൽ മറ്റു വാഹനങ്ങൾക്ക് പോകാൻ കഴിയാത്തത്ര ഇടുങ്ങിയ വഴി. അതുവഴി ആളുകൾ വോട്ട് ചെയ്യാൻ വരുന്നതാണ്. അവിടെ സ്കൂൾ പക്ഷേ വളരെ മനോഹരമായ ഒരു സ്കൂൾ, കുട്ടികൾക്കുള്ള പാർക്ക് പോലുള്ള സംവിധാനങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ള സ്കൂളാണ്. അവിടെയാണ് ഇത്ര വലിയ ഒരു ക്യൂ ഇപ്പോഴും. അതായത് 3:30 മണി കഴിയുമ്പോഴും ഇതാണ് തിരക്കെങ്കിൽ എത്ര മണിക്ക് ഇവിടെ വോട്ട് ചെയ്ത് പോകാൻ കഴിയുമെന്നാണ് അറിയേണ്ടത്. കുറെ സമയമായി വന്നിട്ട്. വലിയ പാടാണെന്ന് തോന്നുന്നു തിരക്ക്. നല്ല പാടാണ്. എപ്പോഴും ഇങ്ങനെ തിരക്കില്ല. എപ്പോഴും തിരക്കില്ല. ഇന്ന് ആദ്യമായിട്ട് നല്ല തിരക്ക്. അതന്നെയാണ് ആളുകളുടെയൊക്കെ. ഏതാ ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ ചെയ്താണ്. ഇത്ര തിരക്ക് കണ്ടിട്ട് ചെയ്തിട്ടേ പോകും. ചെയ്തിട്ടേ പോകുള്ളൂ. വലിയ തിരക്കുണ്ട്. വോട്ട് ചെയ്തിട്ടേ പോകുന്നൊരു നിർബന്ധത്തിൽ തന്നെ അവരിയ്ക്കുകയാണ്. വലിയ ഈ വോട്ട് ചെയ്ത് ഇറങ്ങാനുള്ള താമസം, മെഷീന്റെ വേഗക്കുറവാണ് പൊതുവിൽ കാരണമായി എല്ലാവരും പറയുന്നത്. പുരുഷന്മാരുടെ ഭാഗത്തും സ്ത്രീകളുടെ ഭാഗത്തും ഒക്കെ 160 നമ്പർ ബൂത്തിൽ വലിയ തിരക്കുണ്ട്. ഇത് ഏതാണ്ട് 1 മണിക്കൂറെങ്കിലും വേണം ഈ തിരക്ക് മാറാൻ. കൂടുതൽ ആളുകൾ ഇവിടേക്ക് വരുന്നുമുണ്ട്. നമ്മൾ നേരത്തെ കണ്ട വഴിയിലൂടെയാണ് ആളുകൾക്ക് വരേണ്ടത്. വാഹനങ്ങൾ പോലും, വാഹന സൗകര്യം പോലും അത്ര ഇല്ലാത്ത ഈ വഴിയുടെ ആളുകൾ വോട്ട് ചെയ്യാനായി എത്തുന്നുണ്ട്. നമുക്കറിയാം ജനാധിപത്യത്തിന്റെ ഒരു മനോഹാരിത എന്നൊക്കെ നമുക്ക് പറയാവുന്ന കാഴ്ചകൾ. വളരെ അസൗകര്യങ്ങളുണ്ട് എങ്കിലും എല്ലാം മാറ്റിവെച്ച് ജോലി കഴിഞ്ഞ്, ഗ്രാമീണ മേഖലയാണ്, കർഷകർ വളരെയധികമുള്ള മേഖലയാണ്. ജോലി കഴിഞ്ഞ് ആഹാരം പോലും കഴിക്കാതെ അവർ ഈ വോട്ട് ചെയ്യാനായി എത്തുന്ന കാഴ്ചയാണ് നമുക്കുള്ളത്. വലിയ തിരക്ക് ഈ കണ്ണാടിയിലെ ഈ സ്കൂളിലും ഈ ബൂത്തിലും നമുക്ക് കാണാം. കടകുറിശി എന്ന സ്ഥലമാണ്. ഗവൺമെന്റ് LP സ്കൂൾ
കടകുറിശി കണ്ണാടി പഞ്ചായത്തിലെ ഒരു സ്കൂളാണ്. ഒരു 3 ബൂത്തുകളുള്ള ഒരു മേഖലയാണ്. അവിടെയാണ് ഈ വലിയ തിരക്ക് ഈ 3:30 മണി പിന്നിടുന്ന സമയത്തും ഉള്ളത്. പ്രായമായവർ, കുട്ടികളെ കൊണ്ടുവരുന്ന സ്ത്രീകളൊക്കെ ഇവിടെ വോട്ട് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു. ഇനിയും ഏതാണ്ട് 1 മണിക്കൂർ നിന്നാൽ മാത്രമേ ഈ ക്യൂ നിൽക്കുന്നവർക്ക് ഈ ബൂത്തിന്റെ അടുത്തേക്ക് എത്താനാകൂ. വളരെ ചുരുങ്ങിയ സമയം മാത്രമാണുള്ളത്. കണ്ണാടിയിലൊക്കെ വളരെ ശക്തമായ പോളിംഗ് എന്ന് പറയാൻ ഈ ഭാഗത്ത് പക്ഷേ 1300ഓളം വോട്ടുണ്ട്. അതിൽ 2 മണിയോടുകൂടി 600 വോട്ട് കഴിഞ്ഞു. ഏതാണ്ട് 700 വോട്ട് ഇതിനകം പോൾ ചെയ്തിട്ടുമുണ്ട്. തീരെ മോശം പോളിംഗുമല്ല. പകുതി പിന്നിട്ട് പോളിംഗ് ശതമാനവും ഇവിടെ മുന്നോട്ട് പോകുന്നുണ്ട്. കണ്ണാടി പഞ്ചായത്താണ്, ഗ്രാമീണ മേഖലയാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു പ്രദേശമാണ്. ഈ ഇടതുമുന്നണിക്കൊക്കെ വലിയ സ്വാധീനമുള്ള ഒരു മേഖലയാണ്. അവിടെയാണ് ഇത്തരത്തിൽ വലിയ തിരക്ക് അനുഭവപ്പെടുന്നത്. പക്ഷെ തിരക്ക് സ്വാഭാവികമായും ഈ വോട്ടർമാരുടെ എണ്ണത്തിന്റെ തിരക്കല്ല. പകരം ഈ വോട്ട് ചെയ്തായിരുന്നോ? എത്ര സമയം ക്യൂ നിന്നോ? എത്ര സമയം നിന്ന് അവിടെ വോട്ട് ചെയ്യാൻ കാത്തു നിന്നോ? പെട്ടെന്ന് കഴിഞ്ഞോ? പ്രായമായോണ്ടാണ്. എല്ലാ തവണ വോട്ട് ചെയ്യുമോ? എല്ലാ തെരഞ്ഞെടുപ്പിനും വോട്ട് ചെയ്യാൻ വരാറുണ്ടോ? ഓ കൊല്ലം വരുമല്ലോ. കൊല്ലം വരും. നമ്മുടെ കൂടെ ഉള്ളുമ്പോ വരും, അല്ലാണ്ട് പറ്റില്ലല്ലോ. വോട്ട് ചെയ്യാതെ വേറെ പണിയില്ല, എന്തായാലും ചെയ്യും. അങ്ങനെയാണ് അവർ വോട്ട് കൊല്ലം ഏത് തെരഞ്ഞെടുപ്പ് വന്നാലും വോട്ട് ചെയ്യാൻ വരുന്നവർ തന്നെയാണ്. ഏതായാലും ഈ പഞ്ചായത്തിന്റെ പ്രത്യേകത നേരത്തെ പറഞ്ഞതാണ്. ഇടതുമുന്നണിക്ക് സ്വാധീനമുള്ള പഞ്ചായത്താണ്. ഈ തിരക്ക് പക്ഷേ ഈ ഒരു വോട്ടിംഗ് നമ്പർ വർദ്ധിക്കുന്നതല്ല, വോട്ടർമാരുടെ എണ്ണം വർദ്ധിക്കുന്നതല്ല. ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ വളരെ വേഗക്കുറവുള്ളതുകൊണ്ട് തന്നെയാണ്. പൊതുവിൽ നമ്മൾ ഇന്ന് പലയിടത്തും നമുക്ക് കാണാൻ കഴിഞ്ഞതും ഇത് തന്നെയാണ്. Right.